ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലികളെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ഈ ടിപ്പിൽ എലികളെ കൊല്ലുന്നില്ല കേട്ടോ. കൊല്ലാതെ തന്നെ അവയുടെ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ. അരിപ്പൊടിയിലേക്ക് ഒരൽപ്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പടം വറുത്തതിൻ്റെയോ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെയോ ഒക്കെ ബാക്കി ഓയിലുണ്ടെങ്കിൽ അതൊരൽപ്പം ഒഴിച്ചാൽ മതി കേട്ടോ. അരിപ്പൊടിയും എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകാതെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മുടെ മിക്സ് കുഴച്ചെടുക്കാൻ. അരിപ്പൊടിയും എണ്ണയും വെള്ളവും ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് 2-3 ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഉരുട്ടി വെച്ച ബോൾസ് ഓരോന്നെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരൽപ്പം സോപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ സർഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയും ഇതിനായിട്ട് എടുക്കാം കേട്ടോ. സോപ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ആ പരത്തി വെച്ചേക്കുന്ന അരിപ്പൊടി മിക്സിൻ്റെ നടുവിലേക്ക് ഈ സോപ്പ് പൊടി ഒരൽപ്പം ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടി ഇട്ടതിന് ശേഷം മാവിൻ്റെ 2 വശവും കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉള്ളിലെ സോപ്പ് പൊടി മിക്സ് പോകാതെ ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലെ കുറച്ച് നീളത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മിക്സ് തിന്നാൽ എലി പെട്ടെന്നൊന്നും ചാവില്ല കേട്ടോ. സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും ചേർന്ന് അതിൻ്റെ വയറിനുള്ളിൽ പ്രവർത്തിച്ച് എരിപൊരി കൊള്ളിക്കും. അങ്ങനെ അത് നമ്മുടെ വീടിനകത്തു നിന്നും പരിസരത്തു നിന്നും തന്നെ എങ്ങോടെങ്കിലും ഓടിപ്പോയിക്കൊള്ളും. സോപ്പ് പൊടി മിക്സ് വെച്ച് മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചാലൊന്നും എലി ഇതിനടുത്തേക്ക് വരില്ല. എലിയെ ഇതിനടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സൂത്രം കൂടി ചെയ്തു വയ്ക്കാം. ഇനി നമുക്ക് ഒരൽപ്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൊടിയോ വേണം. നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന മാവെടുത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വിഷം ചേർക്കാതെ തന്നെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള മരുന്ന് റെഡിയായിട്ടുണ്ട്. എലികളുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം. നമ്മുടെ കിച്ചണിലെ സ്റ്റൗവിൻ്റെ അടിയിലും സിങ്കിൻ്റെ അടിയിലുമൊക്കെയാണ് എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മുറ്റത്തിനടിയിലുള്ള എലിപ്പൊത്തുകളിലും അതുപോലെ കാർ പോർച്ചിലുമൊക്കെ നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് വയ്ക്കാം. ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് പിടിച്ചു വരുന്ന എലികൾ എന്തായാലും ഇത് തിന്നും. സോഡാപ്പൊടിയും സോപ്പ് പൊടിയും ചേർന്ന് അവയുടെ വയറ്റിൽ പ്രവർത്തിക്കുകയും അവ വെപ്രാളപ്പെട്ട വെള്ളത്തിനായി നമ്മുടെ വീടിനുള്ളിൽ നിന്നും പരിസരത്ത് നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളും. ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ എലിയെ കൊല്ലാതെ തന്നെ അവയെ നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ തുരത്തി ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്